എല്ലാവർക്കും നമസ്കാരം. ഞാൻ വത്സല മുരളി. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചീരവിയല. എല്ലാവരും ചീരവിയൽ ഉണ്ടാക്കും. ഞാൻ എൻ്റെതായ രീതിയിൽ ഒന്ന് ഉണ്ടാക്കി കാണിക്കാം. അതിന് വേണ്ട സാധനങ്ങൾ: ചീരത്തണ്ട് കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചേക്കുന്നു, പച്ചമുളക്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പുളി. ഞാൻ സാധാരണ നമ്മൾ മാങ്ങ, ചക്കക്കുരു ഒക്കെ ഇടും. ചക്കക്കുരു ഇല്ല. ചക്കക്കുരു മാങ്ങ ഈ തണ്ടിൻ്റെ ഉള്ളിട്ട് നമ്മൾ മാങ്ങയല്ല, ചക്കക്കുരു ഈ തണ്ടും കൂടെ നമ്മളിട്ട് വേവിക്കുന്നത്. പക്ഷെ ഇവിടെ തണ്ട് മാത്രമേ ഉള്ളൂ, ചക്കക്കുരു ഇല്ല. അതിന് പുളിക്ക് പകരം നമ്മൾ തൈരാണ് ചേർക്കുന്നത്. പിന്നെ ചീര ഇല അരിഞ്ഞു വെച്ചത്, ഉപ്പ്. നമുക്കിനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഈ ചീരത്തണ്ട് നമുക്ക് ഒന്ന് ഇട്ട് കൊടുത്ത് വേവിക്കാം. നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഈ പച്ചമുളകും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി, അരപ്പിനകത്ത് മഞ്ഞൾ നമ്മൾ ചേർത്തിട്ടുണ്ട്, അപ്പോൾ അതനുസരിച്ച് ഇട്ടാൽ മതി. കുറച്ച് മഞ്ഞൾപ്പൊടി, അത് ചീരവിയലിനും കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി. പിന്നെ ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി. പച്ചമുളക് ഇട്ടിട്ടുണ്ട്, എന്നാലും നമുക്കൊന്ന് ഇളക്കി നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഞാൻ ഉപ്പിട്ടിട്ടില്ലായിരുന്നു, തിളച്ചിട്ട് നമുക്ക് ഉപ്പിടാം, അത് മതി. അല്ലെ ഇട്ടാലേ ഈ തണ്ടിനൊരു കിരികിരിപ്പ് പോലെ ഉണ്ടാവും. നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ടു. ഇതൊന്ന് വേവട്ടെ, അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഞാൻ തുറന്നു നോക്കി ഇളക്കി കൊടുത്തായിരുന്നു. നമുക്കിത് വെന്തു. നമുക്കിനി ചീരയില ഇട്ട് കൊടുക്കാം. ചിലര് ഇതിനകത്ത് വെള്ളരിക്കയും പടവലങ്ങയൊക്കെ ഇടും. ഇവിടെ ഇഷ്ടമല്ല വെള്ളരിക്കയും പടവലങ്ങ. ഇപ്പം ചീരവിയലാകുമ്പോൾ ചീര മാത്രം അങ്ങനെ വെക്കുന്ന. പിന്നെ ചക്കക്കുരു മാങ്ങ നേരത്തെ പറഞ്ഞല്ലോ, ചക്കക്കുരു മാങ്ങയാകുമ്പോൾ ടേസ്റ്റാണ്. പക്ഷെ മാങ്ങ കിട്ടാനില്ല, ചക്കക്കുരുവും കിട്ടാനില്ല. മാങ്ങ എല്ലാം പുളിയില്ലാത്ത മാങ്ങയായി വരുന്നത് മൊത്തം. നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ആവി വരട്ടെ. നമുക്കും തുറന്നു നോക്കാം. അതുകൊണ്ടോ ഇതുമാത്രം നമ്മൾ നിറച്ച് വെച്ചാൽ ഇതേ അങ്ങ് അവിഞ്ഞു പോയാൽ കണ്ടോ. അതിന് നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. തൈരായതുകൊണ്ട് നമുക്ക് ഇതൊക്കെ റെഡിയാക്കിയിട്ട് നമുക്ക് ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ശരിയാകത്തില്ല. ഇതിനകത്ത് തേങ്ങയും ചുവന്നുള്ളിയും മാത്രമേ ഉള്ളൂ, മഞ്ഞൾപ്പൊടി, ലേശം മുളക് പൊടി. ഇതിനകത്ത് പച്ചമുളക് ചേർത്തിട്ടില്ല. പച്ചമുളക് ഇതിനകത്ത് പിന്നെ ഇട്ട് വേവിച്ചതാണ്. അതുകൊണ്ട് പിന്നെ ജീരകം അരയ്ക്കത്തില്ല. അവിയലിന് സാറിന് ജീരകം അരയ്ക്കും, ചീരവിയലിന് ജീരകം അരയ്ക്കത്തില്ല. ഇന്ന് നമുക്ക് ഇച്ചിരി ലേശം കഴുകി ഒഴിക്കാം. നോക്കാം, ഇത് ആവി കയറട്ടെ. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അരപ്പൊക്കെ വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇറക്കി കൊടുക്കാം. നന്നായി ഇളക്കണം. ഉപ്പ് പിന്നെ നമുക്ക് നോക്കാം, പുളി ചേർത്തില്ലല്ലോ നമ്മൾ. അതില്ല, നമുക്ക് തീ കുറച്ച് വെച്ചോണ്ട് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഒരു 3 സ്പൂൺ മതിയാവും. 3 തൈര്. പുളി വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. നല്ല പുളിയുള്ള തൈരായുണ്ട്.
3 സ്പൂൺ മതി. തൈരിൻ്റെ പുളി അനുസരിച്ച് നമുക്ക് ചേർക്കാം. ഇച്ചിരി കൂടെ വെള്ളം വേണ്ടവർക്ക് ലേശം കൂടെ വെള്ളമാകാം. നമുക്കൊന്നുകൂടെ അടച്ചു നിർത്തി ഒന്നിരുന്നോട്ടെ. ചെറിയ തീയിലൊന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഒരുപാടും ചെറിയ തീയെ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരുപാടങ്ങ് തിളക്കണ്ട. തൈരങ്ങ് നോക്കാം. നമുക്ക് ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാം. 1 സ്പൂൺ തൈരും കൂടെ ചേർക്കാം നമുക്ക്. മതി. ഒരു ലേശം ഉപ്പും കൂടെ. നമ്മുടെ ചീരവിയൽ റെഡി ആയിട്ടുണ്ട്. ചക്കക്കുരുവും മാങ്ങയും വെള്ളരിക്കയും മടവരങ്ങയും ഒന്നും ഇതിനകത്ത് ഇടാതെ എൻ്റെ രീതിയിലുള്ള ഒരു അവിയലാണ്. എനിക്കിങ്ങനെ വെക്കുന്ന ഇഷ്ടം. നമുക്ക് ഇച്ചിരി കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ആയിട്ടുണ്ട്. നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇച്ചിരി കരിവേപ്പിലയും കൂടെ ഇട്ടു. വെളിച്ചെണ്ണ ചേർക്കേണ്ടവർക്ക് ചേർക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണ ചേർക്കാറില്ല. അപ്പോൾ നമ്മുടെ ചീരയവിയൽ റെഡി.